വെൽക്കം ടു Veranda യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ജീനു. ഞാനാണ് നിങ്ങൾക്കിപ്പോൾ ബാങ്കിങ് അവയർനെസ്സിൻ്റെ സെഷൻ എടുക്കുന്നത്. നമ്മളിന്ന് നോക്കുന്ന പാർട്ട് 10 ആണ്. പാർട്ട് 10ൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുൻപ് നമ്മുടെ Veranda റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. ഫസ്റ്റ് ബേസിക് ക്ലാസ്, അത് കഴിഞ്ഞ് ബേസിക് സർക്കിൾ, പിന്നെ ഉള്ളത് എക്സ്ട്രീം സർക്കിളാണ്. ബേസിക് സർക്കിളിൽ നമ്മൾ പ്രിലിംസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്, എന്നാൽ എക്സ്ട്രീം സർക്കിളിൽ മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ ഉള്ളത് സൂപ്പർ ബാച്ച് ആണ്. സൂപ്പർ ബാച്ചിൽ നമ്മൾ മെയിൻസും പ്രിലിംസും ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്, പക്ഷേ ടൈം വെച്ചിട്ടായിരിക്കും. അതായത് ബേസിക് സർക്കിളിൽ നമുക്കൊരു 30 ക്വസ്റ്റ്യൻ ചെയ്യാൻ 1 മണിക്കൂറൊക്കെ വേണമെങ്കിൽ, അതായത് നിങ്ങൾ പുതിയ കുട്ടികളായതുകൊണ്ട് 1 മണിക്കൂറൊക്കെ വെച്ച് പതുക്കെ ചെയ്തിട്ട് എക്സ്പ്ലനേഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ സൂപ്പർ ബാച്ചിന് അങ്ങനെയല്ല, നമ്മൾ എക്സാമിന് എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും സൂപ്പർ ബാച്ചിന് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് റിപ്പാണ്, റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം. അവിടെ വരുന്നത് നമ്മുടെ മോക്ക് ടെസ്റ്റ് എഴുതുക എന്നുള്ളതാണ്. ലാബ് അവൈലബിൾ ആയിരിക്കും. അവിടെ നിങ്ങൾ മോക്ക് ടെസ്റ്റ്, അതായത് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റ് എഴുതുന്നതാണ് റിപ്പ്. പിന്നെ ഉള്ളത് മോക്ക് ഇൻ്റർവ്യൂ. മോക്ക് ഇൻ്റർവ്യൂ പ്രോഗ്രാമിൽ ചെയ്യുന്നത് നമുക്ക് IBPS POയ്ക്കും SBI POയ്ക്കും PO ആവുന്ന സമയത്ത്, അതായത് മെയിൻസ് ക്ലിയർ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഉള്ളത് ഇൻ്റർവ്യൂ സെഷനാണ്. ഇൻ്റർവ്യൂ ഹാൻഡിൽ ചെയ്യാനായിട്ട് എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ മോക്ക് ഇൻ്റർവ്യൂയിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലിയർ ആവുന്നത്. അപ്പോൾ അത്രയാണ് നമ്മുടെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ്. അപ്പോൾ നമ്മുടെ സെഷനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, which of the following instruments of credit control adopted by the Reserve Bank of India does not fall with general or quantitative methods of credit control? അതായത് നമ്മൾ മുൻപത്തെ സെഷനിലൊക്കെ നോക്കി ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്താണ്, ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് എന്താണെന്നൊക്കെ. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിൽ പെടാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, does not fall within general or quantitative methods എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, സ്റ്റിപ്പുലേഷൻ ഓഫ് certain minimum margin in respect of advance against specified commodities, variable reserve requirements, അല്ലെങ്കിൽ നൺ ഓഫ് ദീസ്. ഇതിലേതാണെന്നുള്ളതാണ്. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിൽ ബാങ്ക് റേറ്റും ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി ഏതാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ആൻസർ സി ആണ്. സി എന്ന് പറയുമ്പോൾ സ്റ്റിപ്പുലേഷൻ ഓഫ് സർട്ടൺ മിനിമം മാർജിൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് അഡ്വാൻസ് അഗെയിൻസ്റ്റ് സ്പെസിഫൈഡ് കമ്മോഡിറ്റീസ്. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണ്? ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആൻഡ് വേരിയബിൾ റിസർവ് റിക്വയർമെൻറ്റ്സ്. ഇത്രയാണ് ഈ നമ്മുടെ ഓപ്ഷൻസിലെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്. ഈ ഓപ്ഷൻ സി ആണ് എന്തിൽ വരാത്തത്? ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് അല്ലെങ്കിൽ ജനറൽ മെത്തേഡ്സിൽ വരാത്തത്. ഓക്കെ, നമ്മൾ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും നോക്കിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വാണ്ടിറ്റേറ്റീവിലാണ് ബാങ്ക് റേറ്റും ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്നൊക്കെ. അപ്പോൾ സ്റ്റിപ്പുലേഷൻ ഓഫ് സർട്ടൺ മിനിമം മാർജിൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് അഡ്വാൻസ് അഗെയിൻസ്റ്റ് സ്പെസിഫൈഡ് കമ്മോഡിറ്റീസ് എന്നുള്ള പാർട്ട് നമ്മുടെ എന്തിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിൽ വരില്ല. ഓക്കെ, ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Bank rate policy, open market operations, variable reserve requirements and statutory liquidity requirements employed by Reserve Bank as measure of credit control are classified as. എന്തായിട്ടാണ് ബാങ്ക് റേറ്റ് പോളിസിയെയും ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിനെയും വേരിയബിൾ റിസർവ് റിക്വയർമെൻറ്റ്സ് ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റിക്വയർമെൻറ്റ്സിനെയും എന്തായിട്ടാണ് നമ്മൾ മെഷർ ചെയ്തിട്ടുള്ളത്? ബാങ്ക് ആസ് മെഷേഴ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ ആയിട്ടുള്ളത് എന്തൊക്കെയായിട്ടാണ് ക്ലാസിഫൈഡ് ചെയ്തിട്ടുള്ളതെന്ന്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ്, പിന്നെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ്, പിന്നെ ഉള്ളത് മോണിറ്ററി മെത്തേഡ്സ്. ഓൾ ഓഫ് ദ എബോ ആണോ നൺ ഓഫ് ദ എബോ ആണോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ നോക്കി ബാങ്ക് റേറ്റും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഒക്കെ എന്താണെന്ന് പറഞ്ഞു. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ്. ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, വേരിയബിൾ റിസർവ് റിക്വയർമെൻറ്റ്സ് ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റിക്വയർമെൻറ്റ്സ് എല്ലാം ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ്. ഓക്കെ, നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ ക്വാളിറ്റേറ്റീവ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൂടി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്. ഓക്കെ, അടുത്ത നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. Generally,
the minimum rate below which the banks do not lend is known as. അതായത് ബാങ്ക്സിൻ്റെ മിനിമം റേറ്റ്, നമ്മൾ ബേസ് റേറ്റും ബാങ്ക് റേറ്റും SLRും CRR ഒക്കെ നോക്കി. അപ്പോൾ അതിൽ മിനിമം റേറ്റ് ബിലോ വിച്ച് ദ ബാങ്ക്സ് ഡു നോട്ട് ലെൻഡ്, അതായത് ലോൺ കൊടുക്കാനുള്ള ഏറ്റവും മിനിമം റേറ്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഫ്ലോർ റേറ്റ്, റിപ്പോ റേറ്റ്, ഹയസ്റ്റ് റേറ്റ്, ബേസ് റേറ്റ്, ഓൾ ഓഫ് ദ എബോ. ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ഡി, അതായത് ബേസ് റേറ്റ് ആണ്. ഓക്കെ, ഫ്ലോർ റേറ്റ് എന്ന് പറഞ്ഞ് ഒരെണ്ണം നമ്മൾ നോക്കിയിട്ടില്ല. റിപ്പോ റേറ്റും ബേസ് റേറ്റും മാത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ബേസ് റേറ്റ് തന്നെയാണ് നമ്മുടെ എന്താ മിനിമം റേറ്റ് ബിലോ വിച്ച് ദ ബാങ്ക്സ് ഡു നോട്ട് ലെൻഡ് എന്ന് പറയുന്നത് ബേസ് റേറ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി ബേസ് റേറ്റ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The ratio of the cash reserves that the banks are required to keep with the RBI is known as. അതായത് നമ്മുടെ റേഷ്യോ, ക്യാഷ് റിസർവ്, RBIയിൽ സൂക്ഷിക്കേണ്ട ക്യാഷ്, അതായത് നമുക്ക് ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങാനും ബാങ്കിന് നഷ്ടം വരികയാണെങ്കിൽ അത് മാറ്റാനായിട്ട് ക്യാഷ് റിസർവ് റേഷ്യോ എന്നും പറഞ്ഞൊരു CRR നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിനെ അറിയപ്പെടുന്നത് എന്തായിട്ടാണെന്നാണ്. ഓക്കെ, CRR എന്ന് പറഞ്ഞു. ഓക്കെ, ലിക്വിഡിറ്റി റേഷ്യോ, SLR, CRR, നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി, നൺ ഓഫ് ദ എബോ. ഇതിലേതാണെന്ന് നോക്കാം. ഓപ്ഷൻ സി CRR തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് റേഷ്യോ ഓഫ് ദ ക്യാഷ് റിസർവ് എന്ന് പറയുന്നത്. അതായത് ക്യാഷ് റിസർവ് റേഷ്യോ ആണ് CRRൻ്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെൻഡ് ചെയ്യുന്ന സമയത്ത് എങ്ങാനും ആ ക്യാഷ് തിരിച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ നഷ്ടത്തിനെ നികത്താൻ വേണ്ടിയിട്ട് കുറച്ച് എമൗണ്ട്, അതായത് കുറച്ച് ക്യാപിറ്റൽ നമ്മൾ RBIയിൽ സൂക്ഷിക്കണം എന്നുള്ള ഒരു റേറ്റ്, അത് എത്ര റേറ്റിൽ സൂക്ഷിക്കണം എന്നുള്ളതാണ് CRR, ക്യാഷ് റിസർവ് റേഷ്യോ. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത 5th ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ a certain amount of liquid assets. ലിക്വിഡ് അസറ്റായിട്ട് നമ്മൾ നേരത്തെ നോക്കിയത് ക്യാഷ് ആണ്, അതാണ് ക്യാഷ് റിസർവ് റേഷ്യോ. ഇവിടെ ലിക്വിഡ് അസറ്റ് ലൈക്ക് ക്യാഷ്, പ്രിഷ്യസ് മെറ്റൽസ് ആൻഡ് അതർ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ആസ് എ റിസർവ് ഓൾ ദ ടൈം ഇൻ ബാങ്കിങ് വേൾഡ്. ദിസ് ഈസ് നോൺ ആസ്, അതായത് ലിക്വിഡ് അസറ്റായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന ഇതിന് എമൗണ്ടിനെ എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. ഓപ്ഷനിൽ CRR ഉണ്ട്. CRR നമ്മൾ നോക്കി അത് ക്യാഷ് ആയിട്ടാണ്, ലിക്വിഡ് അസറ്റ് ആയിട്ടല്ല. അടുത്തത് ഫിക്സഡ് അസറ്റ്, SLR, പിന്നെ ഉള്ളത് PLR, നൺ ഓഫ് ദീസ്. അപ്പോൾ ഇതിലേതാണെന്ന് നോക്കാം. ഇതിൽ നമ്മൾ CRRും SLRും പഠിച്ചിട്ടുണ്ട്. SLR ആണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, അതായത് ഒരു ലിക്വിഡ് അസറ്റ് നമ്മൾ CRR സൂക്ഷിക്കും പോലെ തന്നെ ഒരു ലിക്വിഡ് അസറ്റായിട്ട് സൂക്ഷിക്കുന്നതിനാണ് SLR എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, SLR. SLRൻ്റെ ഫുൾ ഫോം സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. എക്സാമിന് വേണമെങ്കിൽ SLRൽ L എന്താണ് എന്ന് മാത്രം വേണമെങ്കിലും ചോദിക്കാം. ആ ടൈമിൽ ലിക്വിഡിറ്റി ആണ് അതിൻ്റെ ആൻസർ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഓക്കെ, അതാണ് നമ്മുടെ 5th ആൻസർ, സി, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, SLR. ഓക്കെ അല്ലേ? അടുത്ത 6th ക്വസ്റ്റ്യൻ. ബാങ്ക് റേറ്റ് മീൻസ്, ബാങ്ക് റേറ്റ് എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളത്. ഓപ്ഷൻ എ, the rate of interest charged by commercial banks on advances. അടുത്തത് the rate at which commercial banks discount bills of exchange for their clients. അടുത്തത് the rate of interest allowed by banks on the deposits. The standard rate at which the Reserve Bank of India is prepared to buy or rediscount bills of exchange other commercial paper are eligible for purchase under the Reserve Bank of India Act 1934. നമ്മൾ ഇതാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് the standard rate at which the Reserve Bank of India is prepared to buy or rediscount bills of exchange other commercial paper are eligible for purchase under the Reserve Bank of India Act 1934. ഓക്കെ, അപ്പോൾ ഏതൊക്കെ അല്ല എന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഓൺ അഡ്വാൻസസ് അല്ല. ദ റേറ്റ് അറ്റ് വിച്ച് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഡിസ്കൗണ്ട് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഫോർ ദയർ ക്ലയൻസും അല്ല. ഡിപ്പോസിറ്റിന് ചാർജ് ചെയ്യുന്നതും അല്ല. ഓക്കെ അല്ലേ?
അപ്പോൾ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് അതാണ്. അടുത്ത നമ്മുടെ 7th ക്വസ്റ്റ്യൻ, when the Reserve Bank desires to restrict expansion of credit. Expansion of credit, Reserve Bank desires to restrict expansion of credit. It എന്ത് ചെയ്യും എന്നുള്ളതാണ് ബാക്കി. അതിൻ്റെ ഇറ്റ് കഴിഞ്ഞിട്ടുള്ള എന്താണെന്നുള്ളതാണ്. raises the bank rate, reduces the bank rate, freezes the bank rate, none of these and all of the above. ആൻസർ നോക്കാം. ആൻസർ എ ആണ്, റേസ് ദ ബാങ്ക് റേറ്റ്. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡിസയർസ് ടു റെസ്ട്രിക്റ്റ് എക്സ്പാൻഷൻ ഓഫ് ക്രെഡിറ്റ്, ഇറ്റ് റേസസ് ദ ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റ് കൂട്ടുമ്പോഴാണ് എന്താവുന്നത്, എക്സ്പാൻഷൻ റെസ്ട്രിക്റ്റ് ആവുന്നത്. എക്സ്പാൻഷൻ ഓഫ് ക്രെഡിറ്റ് റെസ്ട്രിക്റ്റ് ആവുന്നത് ബാങ്ക് റേറ്റ് കൂട്ടുന്ന ടൈമിലാണ്. ഓക്കെ, അടുത്ത നമ്മുടെ 8th ക്വസ്റ്റ്യൻ, ഫോർ ദ പെർഫോമൻസ് ഓഫ് ഇറ്റ്സ് ഡ്യൂട്ടീസ് ആസ് ദ regulator of credit, the Reserve Bank of India possesses the usual instruments of general credit control. ഏതൊക്കെയാണ് അതിൻ്റെ എന്താ പെർഫോമൻസ് ഓഫ് ഇറ്റ്സ് ഡ്യൂട്ടീസ്? റെഗുലേറ്റർ ആയിട്ട് ഫോർ ദ പെർഫോമൻസ് ഓഫ് ഇറ്റ്സ് ഡ്യൂട്ടീസ് the Reserve Bank of India possesses the usual instruments of general credit control. ഏതൊക്കെയാണ് ആ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ബാങ്ക് റേറ്റ് ആണോ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആണോ, ദ പവർ ടു വേരി ദ റിസർവ് റിക്വയർമെൻറ്റ്സ് ഓഫ് ബാങ്ക് ആണോ, ഓൾ ഓഫ് ദി എബവ് ആണോ? ഓക്കെ, ഓൾ ഓഫ് ദി എബവ് ആണ്. അതായത് നമ്മുടെ ജനറൽ ക്രെഡിറ്റ് കൺട്രോളിന് ഉപയോഗിക്കുന്ന യൂഷ്വൽ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആൻഡ് ദ പവർ ടു വേരി ദ റിസർവ് റിക്വയർമെൻറ്റ്സ് ഓഫ് ബാങ്ക്. അതായത് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും ആണ് അവിടെ കോമൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ. അടുത്തത് 9th ക്വസ്റ്റ്യൻ, ഇൻ പീരീഡ്സ് ഓഫ് ഡിപ്രഷൻ when the Reserve Bank desires to encourage the banking system to create more credit. അതായത് ഡീഫ്ലേഷൻ വരുന്ന ടൈമിൽ, ഡിപ്രഷൻ വരുന്ന ടൈമിൽ എന്താ റേറ്റ് മോർ ക്രെഡിറ്റ് വരാനായിട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്നുള്ളതാണ്. റെഡ്യൂസസ് ദ ബാങ്ക് റേറ്റ് ആണോ, റേസസ് ദ ബാങ്ക് റേറ്റ് ആണോ, പെർമിറ്റ്സ് ദ ബാങ്ക് റേറ്റ് ടു ബി ഡിസൈഡഡ് ബൈ മാർക്കറ്റ് ഫോഴ്സസ് ആണോ, ഓൾ ഓഫ് ദ എബോ ആണോ, നൺ ഓഫ് ദ എബോ ആണോ എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ആൻസർ എ, റെഡ്യൂസസ് ദ ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റ് കുറയ്ക്കുമ്പോൾ കൂടുതൽ എമൗണ്ട് എക്കോണമിയിലോട്ട് ഇൻജെക്റ്റ് ആവും, അങ്ങനെയാണ് മോർ ക്രെഡിറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ആൻസർ എ ആണ്. RBI ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ട്രാൻസാക്ഷൻസ് ആർ ക്യാരിഡ് ഔട്ട് വിത്ത് എ വ്യൂ ടു റെഗുലേറ്റ്. അതായത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ട്രാൻസാക്ഷൻസ് എന്ത് റെഗുലേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെന്നാണ്. അപ്പോൾ ലിക്വിഡിറ്റി ഇൻ ദ എക്കോണമി ആണോ, പ്രൈസസ് ഓഫ് എസെൻഷ്യൽ കമ്മോഡിറ്റി ആൻഡ് ഇൻഫ്ലേഷൻ, ബോറോയിങ് പവർ ഓഫ് ദ ബാങ്ക്സ്, ഓൾ ഓഫ് ദ എബോ, നൺ ഓഫ് ദ എബോ? ഏതാണെന്ന് നോക്കുക. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് നമ്മൾ എന്താ ഓൾ ഓഫ് ദി എബോ ആണ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ത് റെഗുലേറ്റ് ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോണമിയിലെ ലിക്വിഡിറ്റി, പ്രൈസസ് ഓഫ് എസെൻഷ്യൽ കമ്മോഡിറ്റി ആൻഡ് ബോറോയിങ് പവർ ഓഫ് ദ ബാങ്ക്സ്, ഇതെല്ലാം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്നുള്ള ട്രാൻസാക്ഷൻ RBI യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ലിക്വിഡിറ്റി ഇൻ ദ എക്കോണമി, പ്രൈസസ് ഓഫ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആൻഡ് ഇൻഫ്ലേഷൻ, ബോറോയിങ് പവർ ഓഫ് ദ ബാങ്ക്സ്. ഇത്രയും ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് വെച്ചാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 11th ക്വസ്റ്റ്യൻ, whenever RBI does some open market operation transaction, actually it wishes to regulate which of the following? കറക്റ്റ് ആയിട്ട്, അതായത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്താ ചെയ്യുന്ന ടൈമിൽ, അതായത് RBI റെഗുലേറ്റ് ചെയ്യാനായിട്ട്, അതായത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് കൊണ്ട് കറക്റ്റായിട്ട് അറ്റ് ദ പോയിന്റ് റെഗുലേറ്റ് ചെയ്യുന്നത് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇൻഫ്ലേഷൻ മാത്രമാണോ, ലിക്വിഡിറ്റി ആണോ, ബോറോയിങ് പവർ ആണോ, ഫ്ലോ ഓഫ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണോ, നൺ ഓഫ് ദി എബോ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ മുൻപത്തെ ക്വസ്റ്റ്യനിൽ നോക്കിയത് ഇത് തന്നെയാണ്, പക്ഷേ ഇതിൽ ആൻസർ വരുന്നത് ലിക്വിഡിറ്റി ഇൻ ദ എക്കോണമിയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആക്ച്വലി, അതായത് മെയിൻ ഉദ്ദേശം ഓപ്പൺ മാർക്കറ്റിൻ്റെ എന്താണ് എന്നുള്ളതാണ്. ഓൾ ഓഫ് ദ എബോ ഉണ്ടായിരുന്നെങ്കിൽ അത് വന്നേനെ, പക്ഷേ ലിക്വിഡിറ്റി ആണ് ആക്ച്വൽ ആയിട്ട്, അതായത് മെയിൻ പോയിന്റ് ലിക്വിഡിറ്റി ഇൻ ദ എക്കോണമിയാണ് ഉദ്ദേശിക്കുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് വെച്ച്. ഓക്കെ അല്ലേ? അടുത്ത 12th ക്വസ്റ്റ്യൻ,
റിവേഴ്സ് റിപ്പോ ഈസ് എ ടൂൾ യൂസ്ഡ് ബൈ ദ RBI ടു. അതായത് നമ്മൾ റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോയും പഠിച്ചു. റിപ്പോ എന്തിനാണ്, റിവേഴ്സ് റിപ്പോ എന്തിനാണെന്ന് നമുക്കറിയാം. അതിൽ റിവേഴ്സ് റിപ്പോ മെയിനായിട്ട് RBI യൂസ് ചെയ്യുന്ന ആ ടൂൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇൻജെക്ട് ലിക്വിഡിറ്റി ആണോ, അബ്സോർബ് ലിക്വിഡിറ്റി ആണോ, ഇൻക്രീസ് ദ ലിക്വിഡിറ്റി വിത്ത് ദ ബാങ്കിങ് സിസ്റ്റം, ടു കീപ് ദ ലിക്വിഡിറ്റി അറ്റ് വൺ ലെവൽ, നൺ ഓഫ് ദി എബോ. നമ്മൾ റിപ്പോ റേറ്റ് പഠിച്ചിട്ടുണ്ട്. റിപ്പോ റേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് RBIയിൽ നിന്ന് ലോൺ എടുക്കുന്നതാണ്. അതായത് എക്കോണമിയിൽ ക്യാഷ് ഇല്ലാതാവുമ്പോഴത്തേക്കും RBIയിൽ നിന്ന് ക്യാഷ് എടുക്കുമ്പോഴത്തേക്കും അത് ഇൻജെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ലിക്വിഡിറ്റി. എന്നാൽ നമ്മുടെ എക്കോണമിയിൽ കൂടുതൽ ക്യാഷ് ഉണ്ടെങ്കിൽ, അതായത് ബാങ്ക്സിൽ കൂടുതൽ ക്യാഷ് ഉണ്ടെങ്കിൽ അത് RBIയിലോട്ട് അബ്സോർബ് ചെയ്യുന്നതാണ് റിവേഴ്സ് റിപ്പോ. അപ്പോൾ നമ്മുടെ ആൻസർ ബി ആണ്, അബ്സോർബ് ലിക്വിഡിറ്റി. ഓക്കെ അല്ലേ? അപ്പോൾ റിപ്പോ റേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഇൻജെക്ട് ലിക്വിഡിറ്റി ആണ്. എന്നാൽ നമുക്ക് റിവേഴ്സ് റിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ അബ്സോർബ് ലിക്വിഡിറ്റി ആണ്. ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RBI റിവേഴ്സ് റിപ്പോ റേറ്റ് വെച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത നമ്മുടെ 13th ക്വസ്റ്റ്യൻ ആണ്. ദ ബാങ്ക് റേറ്റ് ഈസ്. കറക്റ്റായിട്ട് ബാങ്ക് റേറ്റ് എന്താണ് എന്ന സ്ട്രൈറ്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. The free to fluctuate according to the forces of demand and supply set by the RBI and directed by Union Ministry of Finance, set by RBI as advised by Indian Banks Association, set by the Government of India on recommendation of Planning Commission. Correct ആയിട്ട് ബാങ്ക് റേറ്റ് സെറ്റ് ബൈ ദ RBI മാത്രമാണ്. ഫിനാൻസ് കമ്മീഷൻ, അതായത് യൂണിയൻ മിനിസ്ട്രി ഓഫ് ഫിനാൻസിനോ പ്ലാനിംഗ് കമ്മീഷനോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കോ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനോ ഒന്നും അതിൽ പങ്കില്ല. ജസ്റ്റ് ബാങ്ക് റേറ്റ് ഈസ് സെറ്റ് ബൈ ദ RBI, ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ. അടുത്ത നമ്മുടെ 14th ക്വസ്റ്റ്യൻ. ദ ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് വിച്ച് ദ RBI ലെൻഡ്സ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ദ ഷോർട്ട് ടേമിൽ ടു മെയിൻറ്റെയിൻ ലിക്വിഡിറ്റി ഈസ് നോൺ ആസ്. ഷോർട്ട് ടേമിൽ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെ നമ്മൾ എന്ത് പറയുന്നുള്ളതാണ്. ജസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആണോ, റിപ്പോ റേറ്റ് ആണോ, റിവേഴ്സ് റിപ്പോ ആണോ, ബാങ്ക് റേറ്റ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ആൻസർ ബി ആണ്, അതായത് റിപ്പോ റേറ്റ്. ഓക്കെ. ഇൻട്രസ്റ്റ് റേറ്റ് RBI ലെൻഡ്സ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കി ബാങ്ക്സ് ലെൻഡ് ടു RBI ആണെങ്കിൽ റിവേഴ്സ് റിപ്പോ റേറ്റ് ആയിരുന്നേനെ. എന്നാൽ ഇവിടെ RBI ലെൻഡ്സ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്, അതും ഷോർട്ട് ടേമിലാണ്. അപ്പോൾ റിപ്പോ റേറ്റ് ആണ് ആൻസർ. ഓക്കെ. അടുത്ത നമ്മുടെ 15th ക്വസ്റ്റ്യൻ. ദ RBI പോളിസി റേറ്റ് വിച്ച് ഈസ് പ്യുവർലി ആൻ ഇൻഡിക്കേറ്റീവ് റേറ്റ് യൂസ്ഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു സിഗ്നൽ ലോങ് ടേം ഔട്ട്ലുക്ക് ഓൺ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ്. അതായത് പോളിസി റേറ്റ് വിച്ച് ഈസ് പ്യുവർലി ഇൻഡിക്കേറ്റീവ് റേറ്റ് യൂസ്ഡ് ബൈ RBI ടു സിഗ്നൽ ലോങ് ടേം ഔട്ട്ലുക്ക്. നമ്മൾ നേരത്തെ ഷോർട്ട് ടേം ആണ് നോക്കിയത്. ഇനി ലോങ് ടേം ഔട്ട്ലുക്ക് ഓൺ ഇൻട്രസ്റ്റ് റേറ്റ് ഏതാണെന്ന് നോക്കാം. ബാങ്ക് റേറ്റ് ആണോ, റിപ്പോ ആണോ, കോൾ മണി റേറ്റ് ആണോ, നോട്ടീസ് മണി റേറ്റ് ആണോ, റിവേഴ്സ് റിപ്പോ ആണോ? നമ്മുടെ ആൻസർ ബാങ്ക് റേറ്റ് ആണ്. ഓക്കെ. റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും ഷോർട്ട് ടേം ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ വെച്ച് മനസ്സിലാക്കി. അടുത്തത് നമ്മുടെ ലോങ് ടേം ആണ് ബാങ്ക് റേറ്റ്. ഓക്കെ. അടുത്ത 16th ക്വസ്റ്റ്യൻ. Banks in India are required to maintain a portion of their demand and time liabilities with the Reserve Bank of India. This portion is called. അതായത് നമ്മുടെ ബാങ്ക്സ് ഇൻ ഇന്ത്യ, എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സും ഒരു പോർഷൻ നമ്മുടെ RBIയിൽ സൂക്ഷിക്കണം. അതായത് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസിൻ്റെ ഒരു പോർഷൻ RBIയിൽ സൂക്ഷിക്കണം. ആ പോർഷന് പറയുന്ന പേരെന്താണെന്നുള്ളതാണ്. നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും ക്യാഷ് റിസർവ് റേഷ്യോയും നോക്കി. അതിൽ ക്യാഷ് റിസർവ് റേഷ്യോ നമ്മൾ RBIയിൽ സൂക്ഷിക്കുന്നതും SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ബാങ്ക്സിൽ തന്നെ സൂക്ഷിക്കുന്നതുമാണെന്ന് നമ്മൾ നോക്കി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് RBIയിൽ സൂക്ഷിക്കുന്നത് ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ CRR, SLR, ബാങ്ക് ഡിപ്പോസിറ്റ്, റിവേഴ്സ് റിപ്പോ, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അപ്പോൾ ആൻസർ വരുന്നത് ബി ആണ്, ക്യാഷ് റിസർവ് റേഷ്യോ. നേരത്തെ നമ്മൾ പറഞ്ഞു CRRൽ ക്യാഷ് റിസർവ് റേഷ്യോ നമ്മൾ സൂക്ഷിക്കുന്നത് എവിടെയാണ്? RBIയിലാണ്. എന്നാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLR സൂക്ഷിക്കുന്നത് ബാങ്ക്സിൽ തന്നെയാണ്. SLR ഒരു ലിക്വിഡ് അസറ്റ് ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. ഓക്കെ.
അപ്പോൾ ബാങ്ക്സിൽ സൂക്ഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SLR പറഞ്ഞേനെ, എന്നാൽ ചോദിച്ചത് RBIയിൽ സൂക്ഷിക്കുന്നത് ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോ. ആൻസർ ബി ആണ്. അടുത്ത 17th ക്വസ്റ്റ്യൻ, ബേസ് റേറ്റ് ഇൻ ബാങ്ക്സ് ഈസ്. ബേസ് റേറ്റ് എന്താണെന്ന് നമ്മൾ നോക്കി. അപ്പോൾ ബേസ് റേറ്റിൻ്റെ ഡെഫിനിഷൻ ആണ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ഡിമാൻഡ് ഡിപ്പോസിറ്റ് ആണോ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണോ, ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ RBI ഓൺ ലോങ് ടേം ബോറോയിങ്സ് ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണോ, മിനിമം ലെൻഡിങ് റേറ്റ് decided by RBI which shall be adopted by all public sector banks, the minimum interest rate fixed by individual banks below which they cannot lend funds except cases like governments sponsored schemes. Okay, നമ്മുടെ ആൻസർ ഇ ആണ്. ആൻസർ ഇ, അതായത് മിനിമം ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് ബൈ ഇൻഡിവിജ്വൽ ബാങ്ക്സ് ആണ്. ഓക്കെ, ഇൻഡിവിജ്വൽ ബാങ്ക്സ് ഫിക്സ് ചെയ്യുന്നതാണ് ബേസ് റേറ്റ്. ഓക്കെ, അടുത്ത 18th ക്വസ്റ്റ്യൻ, ദ എമൗണ്ട് സ്പെസിഫൈഡ് ആസ് ദ CRR ക്യാഷ് റിസർവ് റേഷ്യോ ഈസ് ഹെൽഡ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആൻഡ് ഈസ് സ്റ്റോർഡ് ഇൻ ബാങ്ക്സ് വോൾസ് ഓർ പാക്ഡ് വിത്ത് എന്താ, സിഡ്ബി ആണോ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, RIDF റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട്. ക്യാഷ് റിസർവ് റേഷ്യോ സൂക്ഷിക്കുന്നത് RBIയിലാണെന്ന് നമ്മൾ പഠിച്ചു, ബാങ്ക്സിലല്ല. SLR ആണെങ്കിൽ ബാങ്ക്സിൽ, CRR ആണെങ്കിൽ RBIയിലായിരിക്കും സൂക്ഷിക്കുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിട്ടോ സിഡ്ബി ആയിട്ടോ SBI ആയിട്ടോ RIDF ആയിട്ടോ അതിനൊരു ബന്ധവും ഇല്ല. ഓക്കെ, അപ്പോൾ RBIയിലാണ് CRR സൂക്ഷിക്കുന്നത്. ഓക്കെ, അടുത്ത 19th ക്വസ്റ്റ്യൻ, interest below which a bank is not expected to lend to customers is known as. നമ്മൾ നേരത്തെ നോക്കി ഏതാണെന്നുള്ളത്, ബേസ് റേറ്റ് ആണോ, ബാങ്ക് റേറ്റ് ആണോ, ഡിസ്കൗണ്ട് റേറ്റ് ആണോ, ബേസ് റേറ്റ് ആണ്. ഓക്കെ, ബാങ്ക് റേറ്റ് അല്ല, ബേസ് റേറ്റ്. ഇൻട്രസ്റ്റ് ബിലോ വിച്ച് എ ബാങ്ക് ഈസ് നോട്ട് എക്സ്പെക്റ്റഡ് ടു ലെൻഡ് ആണ് ബേസ് റേറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ. ഇനി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതിൽ വരുന്ന അബ്രിവിയേഷൻസും കൂടെ പറഞ്ഞായിരിക്കും പോകുന്നത്. ഇനി മുതൽ ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇനി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ആയിരിക്കും കൂടുതൽ നോക്കുന്നത്. പിന്നെ നമ്മുടെ ബാങ്കിങ് ടെർമിനോളജീസും ഉണ്ടാവും. അല്ലാതെ മുൻപ് പഠിപ്പിച്ച പോലെ റിപ്പോ, റിവേഴ്സ് റിപ്പോ അങ്ങനെ ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.